നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ കീയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല ഏതാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്, ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അതെല്ലാവരും ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കാര്യം ചെയ്യുക. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തവര് നിങ്ങളുടെ ജില്ല ഏതാണ്, അപ്ലൈ ചെയ്ത ജില്ല ഏതാണ്, നിങ്ങളുടെ മാർക്ക് ഏതാണ്, നമുക്ക് അത് വെച്ചൊരു അനലൈസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല, ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇത് ക്വസ്റ്റ്യൻ കോഡ് എ ആണ്. നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ആധുനിക കാലത്ത് ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം നെപ്പോളിയൻ ആണ്. രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 2ഉം 3ഉം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ലാഹോർ സമ്മേളനം, അതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നാലാമത്തെ സമ്മേളനം നമ്മുടെ വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യത്തിൽ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട, നമുക്കറിയാം ഓപ്ഷൻ ഡി 1965. കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നമുക്കറിയാം ആരാണ്? സജി ചെറിയാനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പു തടാകങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു, ഏഴാമത്തെ ചോദ്യം. അതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത എട്ടാമത്തെ ചോദ്യം നമ്മുടെ ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്കറിയാം എന്താണ്? ഇരുമ്പും നിക്കറുമാണ്, നൈഫാണ്. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. 9ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 2ഉം 3ഉം മാത്രമാണ് ഇതിൽ ശരിയല്ലാതെ വരുന്നത്. ഈ 2 പോയിന്റുകളാണ്. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 10 ഓപ്ഷൻ സി ഇടുക്കിയാണ്. അടുത്ത ചേരുംപടി ചേർക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 11ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് കേട്ടോ. നമ്മുടെ ആൻസർ കീ അനുസരിച്ച് ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇത് മാറാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതിന്റെ ഒരു ചോദ്യത്തിന്റെ ഓപ്ഷൻ തെറ്റായിരുന്നു അല്ലെ, മാറാൻ ചാൻസ് ഉണ്ട്. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്? ലിഗ്നൈറ്റ് ആണ്, നമുക്കറിയാം. ആർ ബി ഐയുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി പാവപ്പെട്ടവന്റെ ബാങ്കാണ് അത് ബന്ധമില്ലാത്തത്. അടുത്ത് നമ്മുടെ കാർഷിക മേഖലാ വികസനം, ചെറുകിട വ്യവസായം, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏതാണത്? നബാർഡാണ് അല്ലെ, നബാർഡാണ്. അടുത്ത സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയുടേതാണ്. അടുത്ത നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, 16 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അല്ലാത്തത് വരുന്നത് ഹോട്ടൽ ബാങ്കിങ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? തൃതീയ മേഖലയാണ്. ഹിൽട്ടണിയൻ കമ്മീഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇത് ഏത് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആമുഖം അല്ലെ, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. 20ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. പൗരന്മാർക്ക് സിവിൽ നിയമസംഹിത അറിയാം, നമ്മുടെ യൂണിഫൈഡ് സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂട്ടത്തിൽപ്പെടാത്തത് 20 ഓപ്ഷൻ ബി ആണ്. അടുത്ത് നമ്മുടെ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടികയുടെ കേസ് വന്നിട്ടുണ്ട്. 21 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലെ. ഇത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത താഴെ തന്നിട്ടുള്ളവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണ് വിഷയങ്ങളാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. കൺകറന്റ് ലിസ്റ്റിനകത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എല്ലാം വരും. 1, 2, 3, 4, 5, 6 ഒക്കെ വരുമെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നമ്മുടെ 26ാമത്തെ ചോദ്യം രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് 23 ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എല്ലാ പ്രസ്താവനയും തെറ്റാണ്. അടുത്ത ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 4 മാത്രം, ഗവർണറെ നിയമിക്കാനുള്ള അധികാരം മാത്രമാണ് ഉൾപ്പെടാത്തത്. അടുത്ത് ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളെ നിർത്തലാക്കിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ്, 104ാം ഭേദഗതിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്ന് 26 ചോദിക്കുന്നുണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ഇതിൽ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അല്ലെ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 26 ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് ചോദിക്കുന്നുണ്ട്. 27 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1ഉം 2ഉം 4ഉം ആണ് വരുന്നത്. 3 വരുന്നില്ല, 1ഉം 2ഉം വരുന്നുണ്ട്. അതുപോലെ തന്നെ 4ഉം വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം 28 ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് 28 ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1, 2, 3 ഒക്കെ വരുന്നുണ്ട്. അടുത്ത ചോദ്യം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. 29 ഓപ്ഷൻ എ 15 അംഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്? നമുക്കറിയാം 60 വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം ആരാണ്? റാൻഡിയോ മിശ്രയാണ് അല്ലെ. റാൻഡിയോ മിശ്ര കേട്ടോ. മാർക്ക് ചെയ്തതിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. റാൻഡിയോ മിശ്രയാണ്. ഓപ്ഷൻ എ ആണ് അതിന്റെ ശരി ഉത്തരം. റാൻഡിയോ മിശ്ര എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1 മാത്രമാണ് അതിന്റെ ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 33ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായ പ്രസ്താവന. 3 മാത്രം. ഓക്കെ, ഈ 3 മാത്രമാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ചോദിക്കുന്നുണ്ട്. 34 ഓപ്ഷൻ സി ആണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള 3 പ്രസ്താവനകളും തന്നെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ്.
അടുത്ത ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ദ അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരെന്നാണ് നമ്മുടെ ചോദ്യം 35. ഓപ്ഷൻ ബി ആണ്, ആരാണ്? എലിസബത്ത് കോൾബർട്ട് ആണ്. അതുപോലെ തന്നെ ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിത വാതകങ്ങൾ പുറത്തുവിടാൻ നൽകുന്ന പെർമിറ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഏതാണ്? കാർബൺ ക്രെഡിറ്റ് ആണ്. 36 ഓപ്ഷൻ സി ആണ്. കോളേജ് വിദ്യാർത്ഥികളുടെ ആരോഗ്യവും അവരെ ആത്മഹത്യ എന്നൊക്കെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഏതാണ്? പ്രോഗ്രാം ഏതാണ്? നമുക്കറിയാം ജീവനിയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏറ്റവും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എന്ത് ചെയ്യുന്നു? 38 ഓപ്ഷൻ ബി ആണ് അല്ലെ, കുറയുന്നു. ഗുരുത്വാകർഷണം കുറയുന്നു. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് ചോദിച്ചിട്ടുണ്ട് 39 ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത എയർക്രാഫ്റ്റ് ലാൻഡിംഗിന്റെ ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് 40 ഓപ്ഷൻ ബി ആണ്. മാലൂസസ് നിയമമാണ്. അതുപോലെ തന്നെ താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് സിസ്റ്റം എന്ന് ചോദിക്കുന്നുണ്ട്? സ്പെഡോക്സ് ആണ് അല്ലെ, സ്പെഡോക്സ് ആണ്. 41 ഓപ്ഷൻ 41 ഓപ്ഷൻ ബി ആണ് കേട്ടോ. നമ്മുടെ കേരള PSCയുടെ ആൻസർക്ക് അനുസരിച്ചിട്ട് 41ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇതിൽ ബി ആണ്. ചന്ദ്രയാൻ 4 ആണ് കേട്ടോ പറഞ്ഞത്. സ്പേസ് ഡോക്കിംഗ് സിസ്റ്റം 41 ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഫൈനൽ ആൻസർ കീയിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും പ്രൊഫഷണൽ ആൻസർ കീ അനുസരിച്ച് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, പദാർത്ഥങ്ങളുടെ ദ്വൈത സ്വഭാവം ആദ്യമായിട്ട് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കുന്നുണ്ട്? 42 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ആരാണ്? ഡി ബ്രോഗ്ലി ആണ്. അതുപോലെ തന്നെ ഒരു എലമെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ ചോദിക്കുന്നുണ്ട്. 43 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. +3 ആണ്. അടുത്ത് വരുന്നത് എന്താണ്? താഴെ പറയുന്നവയിൽ എന്താണ് ലൂയിസസ് ബേസ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്? 44 ഓപ്ഷൻ സി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത്. 2023 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കിട്ടുന്ന എന്തിനാണ്? ക്വാണ്ടം ഡോട്ട്സിനാണ്. ഓപ്ഷൻ ബി ആണ്. 45 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 46ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഈ പറയുന്നവര് ശരിയായ പ്രസ്താവന. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ എക്കോ ടൂറിസം വരുന്ന എവിടെയാണ്? തെന്മലയിലാണ്. വേലുത്തമ്പിയുടെ കുണ്ടറോളം വരെ നടക്കുന്ന കൊല്ലത്തിലാണ്. അടുത്ത താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ചോദിക്കുന്നുണ്ട്. 47 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്താണ്? എല്ലാം ശരിയാണ്. നമ്മുടെ ആറംപ്ലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഉത്തരം? അതിൽ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ഓപ്ഷൻ സി ഇസ് ശരി, കറക്റ്റ് ആൻസർ 47. ഓക്കെ, അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യമാണ്. ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്? ഓപ്ഷൻ സി ആണ്. അയ്യത്താൻ ഗോപാലൻ. ഞാൻ പറഞ്ഞു നമ്മുടെ എന്താണ് കോഴിക്കോടിലെ ബ്രഹ്മസമാജം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. അവിടെ ആരാണ് വരുന്നത്? അയ്യത്താൻ ഗോപാലനാണ് അല്ലെ, അയ്യത്താൻ ഗോപാലനാണ്. അടുത്ത ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് തെറ്റ് കേട്ടോ. എന്ന് പറയുമ്പോൾ ഇന്ത്യ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യം GK-യിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശരിയായത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. 50ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും മാത്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ മാത്രം എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, 51ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി 6 ആണ്. ഓപ്ഷൻ ഡി ആണ് 6 ആണ്. അടുത്ത 52ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് 575 ആണ്. അടുത്ത 53ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് 6 ആണ്. 54ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 500 ആണ്. 55ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് 80 ആണ്. 56ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 100 ആണ്. 57ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ശനിയാഴ്ച. 58ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 183. 59ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് 35. അടുത്ത 60ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് 19 ആണ്. അപ്പോൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. 61 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, വാസ് ആണ്. 62ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് എന്നാണ്. അതുപോലെ തന്നെ 63ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിഡ് ബി എന്നാണ്. 64ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, കീപ് ഡൗൺ എന്നാണ്. 64 ഓപ്ഷൻ എ ആണ്, കുഡ് ഹാവ് മിറ്റ് എന്നാണ്. അടുത്ത 65ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, കീപ് ഫ്രം എന്നാണ്. ഓപ്ഷൻ ബി ആണ്, എ അല്ല ബി ആണ്. 65 ബി ആണ്. ഓക്കെ. 66ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, മൊമെന്റോ. 67ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇൻവാലിഡ്. അതുപോലെ തന്നെ 68ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഐക്കണോകാസ്റ്റ് എന്നാണ്. 69ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അടുത്ത 70ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ് അല്ലെ. അടുത്ത ഇനി വരുന്നത് മലയാളത്തിന്റെ ചോദ്യങ്ങളാണ്, 10 ചോദ്യങ്ങൾ. 71ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, ആ പ്ലസ് അൻ ആണ് അല്ലെ. അവൻ എന്ന് പറഞ്ഞാൽ ആ പ്ലസ് അൻ ആണ്. അടുത്ത് ആദേശ സന്ധിക്ക് ഉദാഹരണം ചോദിക്കുന്നുണ്ട്, ഓപ്ഷൻ ബി ആണ്, വിണ്ണധികം തലം വിണ്ടലമാണ്. ആർക്ക് ടൈപ്പ് എന്ന് പറയുന്നതിന്റെ മലയാളം എന്താണ്? 73 ഓപ്ഷൻ ഡി ആണ്, ആദിപ്രരൂപം എന്നാണ്. അതുപോലെ തന്നെ 74ാമത്തെ ചോദ്യം, ചെല്ലം പെരുത്താൽ ചിതലരിക്കും, വാത്സല്യം അതിവാത്സല്യം അപകടകാരിയാണ് 74. അതുപോലെ തന്നെ 75 എന്താണ്? ഒറ്റപ്പദം എഴുതുക, തീർച്ച എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാനുള്ള ഇച്ഛ എന്നാണ്. അടുത്ത 76 എന്താണ്? കൂട്ടത്തിൽപ്പെടാത്തവ തിരിച്ചറിയാനാണ് 76. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഉഗ്രം അത്യുഗ്രമാണ്. 77 കുതിരയുടെ പര്യായമല്ലാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്, ഓപ്ഷൻ എ ആണ്, നഗജം. അടുത്ത് കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്താൻ പറയുന്നുണ്ട്, 78 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, നായകൻ നായികയാണ് വരുന്നത്.
പൂജക ബഹുവചനത്തിൽ ഉദാഹരണം ചോദിക്കുന്നുണ്ട് 79. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വൈദ്യര്. 80ാമത്തെ ചോദ്യം കരണീയ പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണ്? അപൂർവമായ സംഭവം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം അബ്കാരി നിയമം പ്രകാരം ഏതാണ് കറക്റ്റ് എന്നാണ്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പൊ 81ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ, 81 ഓപ്ഷൻ സി ആണ്. ENA എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ് അല്ലെ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. 82 ഓപ്ഷൻ എക്സ്ട്രാ ന്യൂട്രൽ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ എന്താണ്? എക്സ്റ്റേണൽ എന്നാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 83ാമത്തെ ചോദ്യം അതിന്റെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് കഞ്ചാവ്. ഗേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 84 ഓപ്ഷൻ സി ആണ്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവാണ് ഗേജിംഗ്. 85 എന്ന് പറഞ്ഞാൽ എന്താണ്? 85 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 72 മണിക്കൂറാണ്. 86ാമത്തെ ചോദ്യമാണെങ്കിലോ 86 ഓപ്ഷൻ ഡി ആണ്. ചാരായം കൈവയ്ക്കുന്നത് കുറ്റകരമാണ് അല്ലെ. 86. അടുത്ത് നമ്മുടെ ഒരു 87ാമത്തെ ചോദ്യം ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നൊരു ചോദ്യമാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്ന് പറഞ്ഞാൽ എന്താണ്? 3, 4 മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. സമ്മാനമായി നൽകുന്ന ആളുടെ പേരിൽ കേസെടുക്കാം. നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരത്തുള്ളൂ. അടുത്ത് വരുന്നത് കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. 88 നമുക്കറിയാം ഏതാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം വരും അല്ലെ. പിന്നെ 89 എന്താണ്? 2 മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്? സി ആണ്. നമുക്കറിയാം ബ്ലെൻഡിങ് എന്നാണ്. അടുത്തെന്താണ്? FL6 ലൈസൻസിന്റെ നിലവിലെ ലൈസൻസ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 50,000 രൂപയാണ്. ജിൻ എന്ന് പറയുന്ന മദ്യത്തിന്റെ ആൽക്കഹോളിന്റെ വീര്യം ചോദിക്കുന്നുണ്ട്. 91 ഓപ്ഷൻ എ ആണ് വരുന്നത്. 35 UP ആണ്. 91 35 UP ആണ്. അതുപോലെ തന്നെ കേരളത്തില് എന്താണ് ഹോൾസെയിൽ ആയിട്ട് ഈ മദ്യം വിൽക്കാനുള്ള ലൈസൻസ് ഉള്ളത് ഏത് ലൈസൻസ് ഉള്ളവർക്കാണ്? FL9 ആണ് കേട്ടോ. FL9 ലൈസൻസ് ആണ്. കോട്ട്പ ആക്ടിൽ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലത്ത് പുകവലി നിരോധിക്കുന്നത്? 93 ഓപ്ഷൻ സി ആണ്. വകുപ്പ് 4 ആണ്. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന്റെ ഡിസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം 100 യാർഡാണ്. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ വയസ്സ് ചോദിക്കുന്നുണ്ട്. എത്രയാണ്? 18 വയസ്സാണ്. അതുപോലെ തന്നെ ലഹരി വർജന മിഷനായിട്ടുള്ള വിമുക്തിയുടെ ചെയർമാൻ ആയിരുന്നു ചോദിക്കുന്നത്. 96 ആരാണ്? നമുക്കറിയാം മുഖ്യമന്ത്രിയാണ് ചെയർമാൻ എന്ന് പറയുന്നത്. അതിന്റെ കൗൺസിലിംഗിനായിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ചോദിക്കുന്നുണ്ട്. ഏതാണ്? 144 ആണ്. അതുപോലെ തന്നെ ഏത് വർഷമാണ് വിമുക്തി രൂപീകരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഏത് വർഷമാണ് വിമുക്തി രൂപീകരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. 2016 ആണ്. അടുത്ത 99ാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ IT ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ശിക്ഷയുടെ കേസാണ് അല്ലെ. മനഃപൂർവ്വമോ സ്വകാര്യ മേഖലയിലുള്ള ചിത്രം മനഃപൂർവ്വമായിട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശിക്ഷ എന്താണ്? 3 വർഷമാണ്. 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ് അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നു? മോശമായിട്ടുള്ള രീതികളിൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ എന്താണ്? അത് 3 വർഷമാണ്. 3 വർഷം 1 ലക്ഷം രൂപയാണ് പിഴ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ആൻസർ കീ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്നത്തെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ചോദ്യത്തിൽ 100 മാർക്കിന് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.